വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക്സിലെ ഒപാമ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ ക്ലാസ്സുകളാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇൻപുട്ട് ടു ദി ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഈസ് എ സിനുസോയിഡൽ വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ 5 millivolt and frequency 1 kilohertz. Find out the output if resistance R is equal to 100 kilo ohm and C is equal to, C means capacitance is equal to 1 microfarad എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഓപ്പാമ്പിൻ്റെ ഡിഫറൻസിയേഷൻ്റെ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ സോൾവ് ചെയ്യണം. അപ്പം നമുക്കറിയാം ഓപ്പാമ്പിൻ്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 കാണാനായിട്ടുള്ള ഫോർമുല എന്താണ്? V0 ഈസ് ഈക്വൽ ടു -CR d/dt ഓഫ് V of t ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ V0 ഈസ് ഈക്വൽ ടു -CR ദെൻ എന്താണ് വരിക, d/dt ഓഫ് Vm Vt എന്ന് പറഞ്ഞാൽ അതെന്താണ് വരിക, Vm സൈൻ ഒമേഗ ടി ആണ് വരിക. Vm എന്ന് പറഞ്ഞാൽ എന്താണ്, പീക്ക് വോൾട്ടേജ് ആണ്. ഒന്നും കൂടി മോഡിഫൈ ചെയ്യാം, -CR d/dt ഓഫ് Vm സൈൻ 2πf × t എന്ന് നമുക്കിവിടെ എഴുതുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ V0 ഈസ് ഈക്വൽ ടു C എന്ന് പറയുമ്പോൾ 1 മൈക്രോഫാരഡ്. അപ്പോൾ -1 × 10⁻⁻6. R എന്ന് പറയുന്നത് 100 കിലോ ഓം ആണ്. അപ്പോൾ 100 × 10⁻³ ദെൻ ഇവിടെ എന്ത് വരുന്നു, d/dt ഓഫ് Vm എന്ന് പറയുകയാണെങ്കിൽ 5 millivolt ആണ്. ദെൻ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈൻ 2π, f എന്ന് പറയുന്നത് 1 kilohertz ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു, 1 × 10⁻³ × t ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ V0 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ഇവിടെ 10⁻⁻6 10⁻³ അപ്പോൾ -3, പിന്നെ ഇവിടെ 10² ആണ് വരിക. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും, -10⁻⁻1 ആയിട്ട് മാറും ഇൻറ്റു 5 millivolt. 5 millivolt കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. ദെൻ d/dt ഓഫ് സൈൻ 10⁻³ എന്ന് പറയുമ്പോൾ 1000 ആണ്. 1000 × 2 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറുന്നത്, 2000 πt എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് ഇത് മാറുകയാണ് ചെയ്യുക. 10⁻⁻1 × 5 എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്, -5 ആണ്. സോ -0.5 millivolt. d/dt ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, കോസ് ഇൻറ്റു 2000 πt ഇൻറ്റു എത്രയാണ് വരിക, 2000 π ആയിട്ട് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. സോ V0 ഈസ് ഈക്വൽ ടു -5/10 ഇൻറ്റു 2000 π ഇൻറ്റു കോസ് 2000 πt. ഈ പൂജ്യം വെട്ടി പോകുമ്പോൾ 200 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, 1000 ആണ് വരിക. സോ മൈനസ് എത്ര വരുന്നു, 1000 π ഇൻറ്റു കോസ് 2000 πt എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ ഫോം ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു ഡിഫറൻഷിയേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -1000 π കോസ് 2000 πt എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.